ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയം കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ലഞ്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഇക്കാനെ ഓഫീസിൽ വിട്ടു, മോളെ സ്കൂളിലും വിട്ടു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എൻ്റെ മോള് സൈറു എണീറ്റ് വരുന്നു. സൈറുവിന് ഞാൻ ഉറക്കിയതായിരുന്നു. പക്ഷേ ഫുഡൊക്കെ വിളമ്പി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞെണീറ്റ് വന്നു. എങ്കിലും ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ 2 പൊറോട്ടയും ഒരു പൊട്ടറ്റോ ചിക്കൻ കറിയുമാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഈ ഫുഡ് ഞാൻ കഴിച്ചത് മൺഡേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നെനിക്ക് നല്ല ജലദോഷവും ചുമയും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പാൽച്ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ 2-3 ദിവസത്തേന് മിൽക്ക് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ജലദോഷവും കഫക്കെട്ടും വയ്യയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ ചേഞ്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ സൈറു കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ സൈറുവിൻ്റെ അടുത്ത് പോയി ഒന്ന് കൊഞ്ചിച്ചൊക്കെ വിട്ടിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല, അവൾ എണീറ്റ് വന്നാലും വലിയ വിഷയവും പ്രശ്നമൊന്നുമില്ല. ഇനി അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ആസ്വദിച്ച് എൻജോയ് ചെയ്ത് എൻ്റെ ഫുഡ് 2 പൊറോട്ടയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നു, പൊട്ടറ്റോ ചിക്കൻ കറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിച്ച ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ സിസ്റ്റർ മൂത്തുമ്മ. അപ്പോൾ മൂത്തുമ്മ എനിക്ക് കഴിഞ്ഞ ദിവസം ആ കൂടെ തന്നെ വെച്ചുകൊണ്ട് വന്നതാണ് ഈ പൊട്ടറ്റോ ചിക്കൻ കറിയും കൂടെ. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് അന്ന് മട്ടൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഈ കറി കൂടെ എടുത്തില്ല. ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയിരുന്നത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനത് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തു. ചൂട് ചായയും കൂട്ടി ഈ കറി കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കറിക്ക് കുറച്ച് സ്പൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചായയുടെ കൂടെ ഊതി ചൂട് ചായയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോയൊക്കെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിലേക്ക് നല്ലതായിട്ട് മുളകും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കുറച്ച് പൊറോട്ട. അപ്പോൾ ആ പൊറോട്ട ഡിന്നറിന് ഞാൻ പൊറോട്ടയും സാമ്പാറും കഴിച്ചു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പോഴത്തേനും പൊട്ടറ്റോ ചിക്കൻ കറിയും പൊറോട്ടയുമാണ് കഴിച്ചത്. അതിന് ശേഷം ഞാൻ കിച്ചണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പലും കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് പോയതിന് ശേഷം സൈറൂന് ഇന്ന് പംകിൻ ക്യാരറ്റും കൂടെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് റൈസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഗീയും സാൾട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് മോൾക്കിന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പംകിനും ക്യാരറ്റും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്തു ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈറുവിൻ്റെ ഫുഡ്. ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് സാറാക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ സൈറുവിനും 2 പേർക്കും വേണ്ടിയിട്ട് റൈസ് വേണം. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ഇട്ടതാണ്. അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് അരി ഒരു ഗ്ലാസ് വെച്ചേ വെക്കത്തുള്ളൂ വീക്ക് ഡേയ്സിൽ. അപ്പോൾ ഫ്രഷായിട്ട് അന്നത്തേനുള്ളത് അന്നേക്ക് വെക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ കുക്കറിലിരുന്ന് വെജീസ് വേവുകയാണ്. അതിന് ശേഷം സൈറുവിന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സാറാക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സാറാനെ പിക്ക് ചെയ്യാനായിട്ട് താഴേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് സൈറുവിൻ്റെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കിയതാണ്. സാറാനെ വിളിക്കാനായിട്ട് പോവുകയാണ്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 11:35 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എപ്പോഴും ഒരു 10 മിനിറ്റ്സ് മുന്നേ ഒക്കെ, എപ്പോഴും 10-15 മിനിറ്റ്സ് മുന്നേ ഒക്കെ പോയാലും നല്ലതാണ്. അവിടെ പോയി ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പയ്യെ സമാധാനമായിട്ട് ഇറങ്ങാൻ പറയല്ലോ. ഹറിബറി ആയിട്ട് നമുക്ക് ടെൻഷൻ അടിച്ച് ഓടണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ സൈറു ഫോണിൽ നോക്കി എനിക്ക് ചിരിച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് തരികയാണ്. ആൾ എല്ലാം യൂസ്ഡായി. മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. മക്കൾക്ക് എല്ലാം കണ്ട് പരിചയമായി. അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കും, അമ്മ വോയിസ് ഓവർ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കും. മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ ആ സോഫ എന്ന് പറയുന്നത് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. റിസപ്ഷൻ ഏരിയയിലൊന്നും ആരുമില്ല. അപ്പോൾ എനിക്ക് ആരും ഇല്ലാത്ത ദിവസങ്ങളിൽ
ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങൾ ഒരുപാടുള്ളപ്പോൾ പോസ്റ്റ് കിട്ടാറുണ്ട്. ഞാൻ പോസ്റ്റായിട്ടതാ അവിടെയൊക്കെ നിൽക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നിതാ ഫ്രീ ആയിരുന്നു, ആരും ഇല്ലായിരുന്നു, റിസപ്ഷൻ ഏരിയയിലൊന്നും ആരുമില്ല. അപ്പോൾ സൈറും ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഞങ്ങൾ സാറാ മോളുടെ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതാ മോളുടെ ബസ് ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്, എന്തായി വരാറായോന്ന്. എന്താണേലും ഒരു 10 മിനിറ്റ്സ് മുന്നേ ആയിരുന്നല്ലോ വരവ്, 10-15 മിനിറ്റ്സ് മുന്നേ ആയതുകൊണ്ട് കുറച്ച് നേരം നോക്കിയിരിക്കേണ്ടി വരും. ഏതായാലും ഇതാ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാറായുടെ ബസ് ഇതാ അങ്ങനെ കണ്ടു തുടങ്ങി. അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഇതാ ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. പിന്നെ സാറായിക്കാണെങ്കിലും ഒരു ചെറിയ ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റ് പരമായിട്ടുള്ള വല്ല ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കാം. കൊച്ചിനും വയ്യായിക ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മോളുടെ ആ ഒരു ചുമയും ജലദോഷവും ഒക്കെയാണ് എനിക്കും കിട്ടിയത്. സാറ ഇതാ ബസ്സിലിരുന്ന് ഉറക്കമായിരുന്നു, ആടി തൂങ്ങി ആക്റ്റീവായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് സാറയുടെ നമ്മുടെ നൈബറാണ്, സാറയുടെ ഫ്രണ്ടാണ്. അപ്പോൾ സാറ അവനെ കണ്ടപ്പോഴത്തേനും വളരെ ഹാപ്പി ആയിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും നോട്ടമൊക്കെയാണ്. അപ്പോൾ ഇതാ അവർ ഒരുമിച്ച് കളിക്കുന്ന സാറയുടെ ഫ്രണ്ടാണ് അവൻ. അപ്പോൾ അതാ ഞങ്ങൾ എന്താണേലും ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ, നോക്കി വെറുതെ ഇരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാറാനെ ലിഫ്റ്റിൽ കയറ്റി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. സാറ വരുന്നില്ലായിരുന്നു, ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതാ അവൾ വെറുതെ നിൽക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സാറയുടെ ഡെയിലി റുട്ടീൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം ചെയ്യണം. ചെയ്തതിന് ശേഷം മോൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം. രാവിലത്തെ കഴിപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, സ്നാക്ക് ബോക്സിൽ നിന്നും നേരെ ചൊവ്വ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള പാല് കൊടുക്കുന്നില്ല. സാറായും ഞാനും ഒന്നും ഇനി കുറച്ച് ദിവസത്തേന് പാല് യൂസ് ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നല്ല കഫക്കെട്ടും നല്ല ജലദോഷവും എല്ലാം ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സാറായിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം എന്നൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നന്നായിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും നമ്മുടെ റൈസ് നന്നായിട്ട് കറക്റ്റ് വേവായിട്ടുണ്ട്. അതുപോലെ തന്നെ വെജീസും നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ സൈറൂന് വേണ്ടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. കുക്കറിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് കുറച്ച് ചൂട് ചോറെടുത്തു. അതിന് ശേഷം കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, അതായത് നമ്മുടെ പംകിനും ക്യാരറ്റും എടുത്തു. അതിലേക്ക് കുറച്ച് ഗീയും അതുപോലെ തന്നെ കുറച്ച് സാൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇന്നൊന്ന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവൾക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾക്കിപ്പം 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നാളും കൂടി ഇങ്ങനെ പോട്ടെ. ഞാൻ അവൾക്ക് എല്ലാ ഐറ്റംസും അല്ലാതെ വാരി കൊടുക്കാറുണ്ട്, കഞ്ഞി കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ അപ്പം, ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം എല്ലാം കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയും കൂടെ കൊടുത്തില്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ആഹാരം അവളുടെ ദേഹത്ത് എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വളരെ ഫൈനായിട്ട് സൈറൂൻ്റെ ഫുഡ് അരച്ചെടുത്തു. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതിന് ശേഷം സാറാക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവൾക്ക് കുറച്ച് ജലദോഷവും കഫക്കെട്ടും വയ്യാകിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചമ്മന്തിപ്പൊടിയും ഉപ്പും ചൂട് ചോറും കൂടെയാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. സൈറും അതിൽ നിന്ന് കഴിക്കും. അതിന് ശേഷം ഇതാ സൈറൂൻ്റെ ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്തു, ബോയിൽ ചെയ്യാണ്, ഒന്ന് നന്നായിട്ട് കഴുകി തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുട്ടി വിശേഷം എന്ന് പറയുന്നത്. അതിന് ശേഷം എൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പ്രയറിനും അങ്ങനെയുള്ള എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി. ഇനി ഇതിന് ശേഷം നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ ഞാനിത് രാവിലെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ പ്രയറും കാര്യങ്ങളും കഴിഞ്ഞ് എൻ്റെ ഖുറാൻ ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഖുറാൻ കയറ്റി ഞാൻ മുകളിൽ വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.